കണ്ണൂർ കായലോട്ട് സദാചാര വിചാരണയ്ക്ക് പിന്നാലെ റസീന ആത്മഹത്യ ചെയ്തതിൽ SDPI ഓഫീസിലെ ദൃശ്യങ്ങൾ പുറത്ത്. വിവരങ്ങളുമായി PK സരീഷ് ചേരുന്നുണ്ട്. സരീഷ്, ഈ ദൃശ്യങ്ങൾ പെൺകുട്ടിയുടെ ആത്മഹത്യയിലെ വിവരങ്ങൾ ശരിവയ്ക്കുന്നതാണോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എത്തിച്ച ഈ റസീനയുടെ ആൺ സുഹൃത്തിനെയും ഒപ്പം തന്നെ ബന്ധുക്കളുമായും ചർച്ച നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ ഈ റസീന കൃത്യമായി ആരോപിച്ചിരുന്നത് ആൺ സുഹൃത്തിനെ വഴിയിൽ തടഞ്ഞു നിർത്തുന്നു, അതിനുശേഷം ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് നിന്ന് മർദ്ദിക്കുന്നു. അതിന് പിന്നാലെയാണ് ഈ SDPI ഓഫീസിൽ കൊണ്ടുപോയത് എന്നുള്ളതാണ്. ആ കൊണ്ടുപോയതിനു ശേഷം ഈ ബന്ധുക്കളെ, തന്റെയും ഒപ്പം തന്നെ ഈ ആൺ സുഹൃത്തിന്റെയും ഒക്കെ ബന്ധുക്കളെ ഈ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. അവിടെ നിന്നും ഈ മണിക്കൂറുകളോളം വിചാരണ നടത്തിയിരുന്നു എന്നുള്ളതാണ് റസീനയുടെ പരാതിയിൽ പറയുന്നത്. ആ പരാതിയിൽ ഈ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത്, ആ ആത്മഹത്യാ കുറിപ്പ് ശരിവെക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. SDPI ഓഫീസിലാണ് ഈ സംഭവം നടക്കുന്നത്. ആ SDPI ഓഫീസിൽ ആ ദൃശ്യങ്ങളിൽ ഈ ആൺസുഹൃത്തായ യുവാവ് ആ ദൃശ്യങ്ങളിലുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ബന്ധുക്കളും ഈ പെൺകുട്ടിയുടെ ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവർ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാനാവുന്നതാണ്. അങ്ങനെ എല്ലാവരും ഇരുന്നു കൊണ്ട് സംസാരിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ പലതവണ, അല്ലെങ്കിൽ ആ ആത്മഹത്യാ കുറിപ്പിൽ കൃത്യമായി പറഞ്ഞിരുന്നത്, മണിക്കൂറുകളോളം വിചാരണ നടത്തി അതിനുശേഷം മർദ്ദിക്കുകയും പിന്നാലെ ഈ ഫോണും ടാബ്ലറ്റുകളും ഉൾപ്പെടെയുള്ളവ പിടിച്ചെടുത്തു. അതിനുശേഷമാണ് ഈ SDPI ഓഫീസിലേക്ക് കൊണ്ടുപോയത്. പ്രാദേശിക നേതാക്കൾ, SDPI നേതാക്കൾ തന്നെയാണ് ഈ മർദ്ദനത്തിന് നേതൃത്വം നൽകിയത്. തന്റെ ബന്ധുക്കൾ കൂടിയായ നേതാക്കളായിരുന്നു ഈ മർദ്ദനത്തിന് നേതൃത്വം നൽകിയത് എന്ന് കൃത്യമായി ഈ പെൺകുട്ടിയുടെ ഈ ആത്മഹത്യാ കുറിപ്പിൽ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അത് സാധൂകരിക്കുന്ന രീതിയിൽ SDPI ഓഫീസിൽ എത്തിച്ച ഈ ചർച്ച നടന്നിട്ടുണ്ട് എന്ന് ശരിവെക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമ്മൾ അല്പസമയം മുൻപ് SDPI നേതാക്കളുമായി ഈ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അവർ പറയുന്നത്, ഈ സാധാരണഗതിയിൽ ഒരു വിഷയം, ഒരു കുടുംബത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ ഒരു വിഷയം ഉണ്ടായാൽ അത് പ്രാദേശികമായ നേതാക്കൾ ചർച്ച ചെയ്യുകയും കുടുംബത്തെ വിളിച്ചു വരുത്തി ആ പ്രശ്നം പരിഹരിക്കാനുള്ള ചർച്ചകൾ നടത്തുന്നതും സ്വാഭാവികമാണ്. അത്തരത്തിലൊരു ചർച്ച മാത്രമാണ് ഈ SDPI ഓഫീസിൽ നടന്നത്. ഒരു മധ്യസ്ഥ ചർച്ചയായിരുന്നു. അതും യുവതിയുടെ ബന്ധുക്കളുടെ ആവശ്യപ്രകാരമാണ് ഈ രണ്ടുപേരെയും വിളിച്ചു വരുത്തിയുള്ള ചർച്ചകൾ നടത്തിയത് എന്നാണ് SDPI നേതാക്കൾ പറയുന്നത്. എന്തായാലും നിലവിൽ പോലീസിന്റെ വശമെടുത്താൽ കൃത്യമായി ഈ സദാചാര പോലീസിംഗ്, അല്ലെങ്കിൽ സദാചാരവുമായി ബന്ധപ്പെട്ട് ആളുകൾ തടഞ്ഞു നിർത്തുകയും ഈ പെൺകുട്ടിയെയും ഒപ്പം തന്നെ ഈ ആൺ സുഹൃത്തിനെയും തടഞ്ഞു നിർത്തുകയും അതിനുശേഷം അവിടെ വെച്ച് തന്നെ പെൺകുട്ടിയെ പറഞ്ഞയക്കുകയും ഇയാളെ മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ SDPI ഓഫീസിലേക്ക് എത്തിച്ച ചോദ്യം ചെയ്യുകയും അവിടെ മർദ്ദനം നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം, അല്ലെങ്കിൽ കൺഫ്യൂഷനിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും ആ SDPI ഓഫീസിലേക്ക് ആളുകളെ വിളിച്ചു വരുത്തുകയും അവിടെ നിന്ന് ഈ ആൺ സുഹൃത്തിനെ, അതായത് ഈ പെൺകുട്ടിയുടെ ആൺ സുഹൃത്തിനെ മോശമായി തെറി പറയുകയും അസഭ്യം പറയുകയും ചെയ്തിട്ടുണ്ട് എന്നുകൂടി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ SDPI ഓഫീസിൽ വെച്ച് വിചാരണ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഈ ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസിന് എത്താനായിട്ടില്ല. പക്ഷെ എന്തായാലും ഈ പെൺകുട്ടിയുടെ ഈ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്ന പല കാര്യങ്ങളും സത്യസന്ധമാണ്, അല്ലെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ ഈ ആത്മഹത്യയിലേക്ക് വഴിവെച്ചിട്ടുള്ളത് എന്ന് തെളിയിക്കുന്നതിന്റെ ഒരു ദൃശ്യം കൂടിയാണ്, അല്ലെങ്കിൽ ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ പല CCTV ദൃശ്യങ്ങളും മറ്റ് തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ലഭിച്ചിരുന്നത് ഈ പ്രതികളിൽ നിന്ന് തന്നെയാണ് ഈ ആൺ സുഹൃത്തിന്റെ മൊബൈൽ ഫോണും ടാബ്ലറ്റും പിടിച്ചെടുക്കുന്നത്. അതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ ഈ വീഡിയോ ചിത്രീകരിക്കുന്ന, ഈ ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള വീഡിയോ ചിത്രീകരിച്ച ചില ക്ലിപ്പുകൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് പോലീസിന്റെ കയ്യിലാണ്. അതിൽ ഈ 3 പേർക്ക് പുറമെ മറ്റു ചില ആളുകൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതിനിടയിലാണ് ഈ ദൃശ്യങ്ങൾ കൂടി, അതായത് ഈ ചർച്ചയിൽ നടക്കുന്ന, അല്ലെങ്കിൽ ഈ SDPI ഓഫീസിനുള്ളിൽ തന്നെയുള്ള ആരോ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഏറ്റവും നിർണായകമായ ഒരു ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതെ ശരി, വളരെ നിർണായകമായ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കണ്ണൂർ കായലോട്ട് സദാചാര വിചാരണയ്ക്ക് പിന്നാലെ മനംനൊന്ത് ആത്മഹത്യ ചെയ്ത റസീനയുടെ ആത്മഹത്യാ കുറിപ്പിലെ വിവരങ്ങൾ ശരിവയ്ക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അന്വേഷണം പുരോഗമിക്കുകയാണ്. PK സരീഷാണ് വിവരങ്ങൾ നൽകിയത്.